അർജുനും ശ്രീതു ഇരുന്ന് ലൈവിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതുവായിട്ട് ഇരുന്ന് നെസ്റ്റിലിരുന്ന് സംസാരിക്കുകയാണ്. അർജുൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ ബാക്കി ആര് എന്തൊക്കെ പറഞ്ഞാലും, പുറത്ത് ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാൻ, ഞാൻ നിൻ്റെ അടുത്ത് ഫുൾ ജെനുവിൻ ആയിരുന്നു. എനിക്ക് ഒരു കള്ളത്തരവും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ വരുത്തിയിട്ടില്ല. അതെനിക്ക് നല്ല ഉറപ്പാണ്. അത് നിനക്കും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മമ്മിയാണ് എനിക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ പിച്ചി ഇട്ട് തരുന്നത്. ഇവിടെ നീയാണ് എനിക്കത് തന്നത്. അതിനൊരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഞാൻ നിന്നെയാണ് കണ്ടിട്ടുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് വഴക്ക് കൂടിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ അല്ലെങ്കിൽ പാരവയ്ക്കുകയോ അങ്ങനെ ഒന്നുമില്ലാതെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിന്നെ വളർത്തിയത് നിൻ്റെ മമ്മിയാണ്, നിൻ്റെ വീട്ടുകാരാണ്. അവരോടൊക്കെ നിനക്ക് നന്ദി പറയണം. പിന്നെ നിൻ്റെ ക്യാരക്ടർ കൊണ്ടാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ നീ ഒന്നും ഇവിടെ ചെയ്തില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിൻ്റെ ക്യാരക്ടർ കണ്ട് നല്ലൊരു കുട്ടിയാണെന്ന് തോന്നി. അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രേക്ഷകർ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ഇത്രയും നാൾ നിന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർ അതുകൊണ്ടൊക്കെ തന്നെയാണ്. മറ്റുള്ളവരെല്ലാവരും ഗെയിമിന് വേണ്ടി ചേഞ്ച് ആവുമെന്ന് പലതവണ പറഞ്ഞിട്ട് പോലും നീ നിൻ്റെ ക്യാരക്ടർ വിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും നിൻ്റെ ക്യാരക്ടറിൽ ഗുണമായിട്ട് ഞാൻ കാണുന്നതും എന്ന് ശ്രീധുവിനോട് പറയുന്നുണ്ട്. പിന്നെ ശ്രീധുവിനോട് പറയുന്നത്, ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ഇവരുടെ പരസ്പരം എന്നുള്ള ആ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം, അപ്പോൾ ഇതിവിടെ വെച്ചെല്ലാം കുഴിച്ചു മൂടേണ്ട അവസ്ഥയാണോ എന്നൊന്നും അറിയില്ല. ഇനി എല്ലാവരും അവരുടെ ലൈഫിൽ ബിസി ആയിരിക്കും, എല്ലാവരും തിരക്കിലായിരിക്കും. ഇനി കണ്ടുമുട്ടുമോയെന്ന് അറിയില്ല, മിണ്ടോയെന്ന് അറിയില്ല, സംസാരിക്കുമോയെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാം മിണ്ടാതിരുന്ന് അവിടെ കേൾക്കുന്നുണ്ട്. അവൾക്ക് നല്ല വിഷമമുണ്ടെന്നാണ് ഫേസിൽ നിന്ന് ശ്രീധുവിൻ്റെ മനസ്സിലാവുന്നത്. ശ്രീധു ഭയങ്കര ഡെസ്പായിട്ടാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണെന്ന് തോന്നിയൊരു നിമിഷം കൂടിയായിരുന്നു അത്. പലർക്കും സംശയമുണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിരുന്നോ ഫേക്ക് ആയിരുന്നോ. പലരും അവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഇന്ന് ഒരുപാട് പേര് അവരെ കളിയാക്കുന്നുണ്ടായിരുന്നു. വോട്ടിന് വേണ്ടിയിട്ട്, ജയിക്കാൻ വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട് ഒക്കെ നടത്തുന്ന ഒരു ഫേക്കായിട്ടുള്ള ഒരു ലവ് ഡ്രാമ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഡ്രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഇന്നത്തെ ആ പെരുമാറ്റവും അവരുടെ സംസാര രീതിയും കാണുന്ന ഏതൊരു പ്രേക്ഷകനും മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് റിയൽ ആയിരുന്നു എന്നുള്ളത്.